Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് emerging trends in primary market and the reasons for poor performance and the reforms in primary market and secondary market. അപ്പോൾ ആദ്യം emerging trends in primary market ആണ്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറി മാർക്കറ്റിന്റെ ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്ന് നോക്കി നോക്കാം. ആവറേജ് ആനുവൽ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഫ്രം പ്രൈമറി മാർക്കറ്റ് വാസ് 70 crore in 1960. 1960 പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തിരുന്നത് 70 കോടിയാണെങ്കിൽ 1970 ആയപ്പോൾ അത് 90 crores ആയി. 1990 തൊട്ട് അത് 4312 കോടി. അപ്പൊ നമുക്കറിയാം എത്ര ടൈംസ് ആണ് ഈ പ്രൈമറി മാർക്കറ്റിലെ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. Now there is a preference for raising resources in the primary market through private placement of debt instruments. Then private placement accounted for about 91% of the total resources mobilized through domestic issues by the corporate sector during 2000 and 2001. ഈ പ്രൈമറി മാർക്കറ്റിലെ അവിടെയുള്ള ഡീലേഴ്സിന് മൊത്തത്തിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് കൂടി ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ കാണുന്നത്. അത് 2000-2001 വർഷത്തിലെ 91% ഫണ്ട് റേസ് ചെയ്തതും ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് കൂടിയാണ്. അപ്പൊ നമുക്ക് എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് നോക്കാം. Private placement of debt instruments is a process by which corporates, bank and government institution issue non-convertible bonds, government securities and debentures to a selected group of investors. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ്സ്, വലിയ മൾട്ടിനാഷണൽ കമ്പനീസ്, ബാങ്കുകൾ, അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവിടെ നോൺ കൺവേർട്ടബിൾ ബോണ്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസും ഡിബഞ്ചേഴ്സും ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൈവറ്റ് മാർക്കറ്റിൽ കൂടി അത് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഒരുപാട് എന്താ വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ഇഷ്യൂ ചെയ്യുന്നതിനെക്കാട്ടി വളരെ സിമ്പിളാണ്. ഈ ലിസ്റ്റിംഗ് പ്രൊസീജിയർ ഒന്നും വേണ്ട. അതുപോലെ ഡിസ്ക്ലോഷർ നോംസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടിയാണ് നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോണെങ്കിൽ നിങ്ങൾ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അത്തരം നിബന്ധനകളൊന്നും പ്രൈവറ്റ് മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഈ പ്രൈമറി മാർക്കറ്റിൽ കൂടി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യാനും ഫണ്ട് റേസ് ചെയ്യാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ സെബി കുറേ നിയന്ത്രണങ്ങൾ കൊടുത്തിട്ട് എത്ര രൂപയാണോ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ കൂടി പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് സെബിക്ക് കൊടുക്കാനടക്കം പറഞ്ഞു തുടങ്ങി. അതേപോലെ തന്നെ 2008 കുറേ അമെൻമെന്റ് വന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സെബി നോക്കുന്നുണ്ട്. 2005 പ്രൈവറ്റ് പ്ലേസ്മെന്റ് കൂടി ഫണ്ട് റേസ് ചെയ്ത് 83,000 crore ആയിരുന്നെങ്കിൽ 2006-07 അത് 1,04,000 crore ആണ്. Then in 2010 through private placement the amount of capital mobilized is 1.48 billion. അപ്പോൾ ഇത്രയും രൂപയാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് കൂടി സ്ഥാപനങ്ങൾ റേസ് ചെയ്യണത്. എമർജിംഗ് ട്രെൻഡ്സ് ഇൻ പ്രൈമറി മാർക്കറ്റ് എന്തൊക്കെ നോക്കാം. ഒന്ന് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ഒരേ വർഷം എന്താണ് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നത് വളരെയധികം കൂടുതൽ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നേരത്തെ പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ കൂടി നമ്മൾ കണ്ടത്. ദെൻ റിവൈവൽ ഓഫ് പ്രൈമറി മാർക്കറ്റ്. Then primary market is revived after a 10-year break, and according to Prime Database, it is a set record by raising almost as much as money in 2004 as it had in the previous 9 years put together. അതായത് 2004 മുമ്പ് 9 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഫണ്ടൊക്കെയാണ് ഒറ്റ കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത്. 2006-07 strong macroeconomic fundamentals, then favorable investment climate, encouraging corporate companies and buoyant secondary market performance supported by institutional investors encourage number of companies to raise capital from primary market. നല്ല മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റ്സ്, നല്ല ഇക്കണോമിക് സിറ്റുവേഷൻസ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് അതൊക്കെ ആയപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഫണ്ട് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പ്രൈമറി മാർക്കറ്റ് പെട്ടെന്ന് വളരുന്നത്. ദെൻ ഡോമിനേഷൻ. Public sector organizations like financial institutions, public sector undertakings have started dominating in primary market. Financial institutions, ബാങ്കുകൾ, അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് കൂടി തുടങ്ങി. എന്തൊക്കെയാണ് കാരണം പ്രൈമറി മാർക്കറ്റിൻ്റെ ഗ്രോത്തിനുള്ള കാരണം? ഒന്ന് ഇൻഡസ്ട്രിയൽ ഗ്രോത്താണ്. നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട്രീസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡറി മാർക്കറ്റ് വലുതാവും, ക്യാപിറ്റൽ മാർക്കറ്റ് വലുതാവും. അതേപോലെ തന്നെ പാരലായിട്ട് പ്രൈമറി മാർക്കറ്റും എക്സ്പാൻഷൻ നടക്കും. ദെൻ ബോയൻസി ഓഫ് സെക്കൻഡറി മാർക്കറ്റ്, അതായത് അപ്വേർഡ് ഫോഴ്സ് ആണ്. എന്തെങ്കിലും സെക്കൻഡറി മാർക്കറ്റിലെ പ്രൈസ്, എന്തിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് കൂടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അവിടെ അട്രാക്ട് ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കലി ഇതിനെ ബാധിക്കും പ്രൈമറി മാർക്കറ്റിലും. അപ്പോൾ സെയിം ലെവലിൽ ഒരു ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഉണ്ടാവും. ദെൻ ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ്, the physical incentives given to investors in schemes of mutual fund, reduction in capital gain tax attracted investors in the primary market. അല്ലേ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഇളവുകൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, ഇതൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയി പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടൈറ്റനിങ് ഓഫ് നോംസ്, ongoing process of improving the quality of issues and tightening of norms related to merchant bankers, credit rating agencies have created more confidence among investors. എല്ലാ വർഷവും അമെൻഡ്മെൻറ്റ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ നോക്കുകയാണ് ഗവൺമെൻറ്റും സെബി അതുപോലത്തെ കൺട്രോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ഇത്തരം സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം കൂടി, ഇതൊക്കെ കാരണമാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ അപ്വേർഡ് ട്രെൻഡിന്. നെക്സ്റ്റ് ഇസ് റീസൺസ് ഫോർ പുവർ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. എല്ലാ വർഷവും പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റേസ് ചെയ്യുന്നത് കൂടുകയാണെങ്കിൽ കൂടി അവിടെ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. സെക്കൻഡറി മാർക്കറ്റിൻ്റെ അത്രയ്ക്ക് തന്നെ പ്രൈമറി മാർക്കറ്റ് ഡെവലപ്ഡ് ആവുന്നില്ല. എന്തൊക്കെയാണ് ആ പുവർ പെർഫോമൻസിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കാൻ പോകണം. ഒന്ന്, മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ ഇക്കോണമി. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ ഇക്കോണമി. ഒരു ഇക്കോണമിയുടെ ശരിക്കുള്ള റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിക്ലൈൻ ആവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, മിസറബിൾ കണ്ടീഷൻസ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്, പുവർ എക്സ്പോർട്ട് പെർഫോമൻസ്, ലാക്ക് ഓഫ് ഗവൺമെൻറ് ബോറോയിങ് ഫ്രം മാർക്കറ്റ്, സ്റ്റാഗ്നൻറ്റ് ഡൊമസ്റ്റിക് സേവിംഗ് റേഷ്യോ. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് പുറകോട്ട് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൽ പല കാരണങ്ങളും പ്രൈമറി മാർക്കറ്റിനെ വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് മാർക്കറ്റായാലും, പ്രൈമറി മാർക്കറ്റായാലും ക്യാപിറ്റൽ മാർക്കറ്റിലും ഒരു ഇക്കോണമിയുടെ സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഇഫക്റ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം കോവിഡ് ആയ കാരണം അല്ലെ, ലോകത്തിലെ മൊത്തത്തിൽ എല്ലാ ഷെയർ മാർക്കറ്റും ഷെയർ പ്രൈസസ് ഒക്കെ താഴോട്ടാണ്, ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ഇക്കണോമിക് ഫാക്ടേഴ്സ് വന്നാലും, എന്ത് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ചേഞ്ച് വന്നാലും അതൊക്കെ ഈ മാർക്കറ്റ്സ് നന്നായിട്ട് ബാധിക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് റിയൽ ഇക്കോണമി. റിയൽ ഇക്കോണമിയിൽ എന്ത് ചേഞ്ച് വന്നോ അത് ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ ആദ്യം ബാധിക്കും, അതേപോലെ തന്നെ അത് പ്രൈമറി മാർക്കറ്റിനെ ബാധിക്കും. Second point is failure to mobilize the household savings. The new issue market in India failed to mobilize the household savings. Less than 10% of household savings reached in the primary market. സാധാരണ ജനങ്ങളെ, അതായത് ഹൗസ് ഹോൾഡ് സേവിങ്സ്, ഒരു വീട്ടിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാവുമല്ലോ, ഈ ഹൗസ് ഹോൾഡ് സേവിങ്സ് ഒന്നും പ്രൈമറി മാർക്കറ്റിൽ അട്രാക്ട് ചെയ്യാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ കൂടുതലും ശ്രമിക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൂടി. അത് നമുക്കറിയാം, ഗവൺമെൻറ്റും ഒക്കെ അവരുടെ ബോണ്ടുകൾ ഒരു പ്രത്യേക പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ വിൽക്കണേനാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. അവരല്ലാണ്ട് ഈ വീട്ടിൽ നിന്നുള്ള സേവിങ്സ്, സാധാരണ ജനങ്ങളുടെ സേവിങ്സ് അട്രാക്ട് ചെയ്യാനുള്ള ഒരു വഴി പ്രൈവറ്റ് മാർക്കറ്റ് നോക്കണില്ല. തേർഡ് വൺ ഇസ് പാസീവ് സിറ്റുവേഷൻ. The prolonged passive situation in the secondary market has also depressed the investment incentives in the primary market. Secondary market എന്ത് പാസീവ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് പ്രൈമറി മാർക്കറ്റിനെ ബാധിക്കും. റിവൈവൽ ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് is significantly depend on റിവൈവൽ ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ എന്തെങ്കിലും റിവൈവൽ, പുതിയ പോളിസീസ് ഒക്കെ വന്ന് അവരെ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ പ്രൈമറി മാർക്കറ്റും വളരുള്ളൂ. ഗ്യാപ്പ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. നമുക്കറിയാം, മെർച്ചന്റ് ബാങ്കേഴ്സ് ഒന്നും ഇന്ത്യയിൽ അത്ര അങ്ങോട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊന്നും അവർ ഇപ്പോഴും ഒരു ഇൻഫാൻസി സ്റ്റേജിലാണ്, അവർ അത്ര ഉഷാറല്ല. അതുകൊണ്ട് തന്നെ മെർച്ചന്റ് ബാങ്കേഴ്സ് ആർ അപ്രൈസിംഗ് ദി ടെക്നിക്കൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് റിലക്റ്റൻ്റ്ലി, വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കി കാണിക്കുന്നത്. അപ്പോൾ അതും പ്രൈമറി മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. മെനി കമ്പനീസ് ആർ നോട്ട് പ്രൊവൈഡിങ് അനലിറ്റിക്കൽ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ടു ഇൻവെസ്റ്റേഴ്സ്. പല കമ്പനികളും
ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള കമ്പനിയുടെ പറ്റിയിട്ട് ഫുൾ മെറ്റീരിയൽ ഫാക്ട്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അവർക്ക് അനലിറ്റിക്കൽ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് കമ്പനിയെ പറ്റി കൊടുക്കുന്നില്ല. അതേപോലെ എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആണ് ചില സമയത്ത് കൊടുക്കുക. എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രോസ്പെക്ടസ് അറിയാം, ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ദി ഷെയർസ്. അപ്പോൾ ആ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ വേണ്ടതാണ്. എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് പറഞ്ഞാൽ വളരെ ചെറിയ രൂപത്തിൽ ഒരു 5 ഷീറ്റിൽ പ്രോസ്പെക്റ്റിനെ വളരെ ചെറുതാക്കിയിട്ട് ഇഷ്യൂ ചെയ്യണതിനാണ് എബ്രിഡ്ജ് പ്രോസ്പെക്ട് എന്ന് പറയാം. പക്ഷെ അത് കൊടുത്തുകൊണ്ടൊന്നും ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ലാക്കിംഗ് ആവും. അങ്ങനെ അതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൻ്റെ പുവർ പെർഫോമൻസിനുള്ള ഒരു കാരണം. Then developments in international market. The developments in international market also affected the response in domestic market. Although the linkage between Indian securities market and world market are not strong, the response in the Indian market certainly got affected by the developments in foreign market. ഫോറിൻ മാർക്കറ്റ് വളരെ വലുതാവും ഡെവലപ്പും ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനോടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകിച്ച് ഇങ്ങനെ എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയൊക്കെ ആകുമ്പോൾ അവർക്ക് അതിനോടുള്ള വിശ്വാസം കുറയും. അപ്പോൾ അത് നമ്മുടെ പ്രൈമറി മാർക്കറ്റിനെ ബാധിക്കും. നെക്സ്റ്റ് ഇസ് റീഫോംസ് ഇൻ പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്ന പുതിയ റീഫോംസ് എന്തൊക്കെയാണെന്നാണ്. സെബി സെറ്റപ്പ് ഇൻ 1988. In 1992, statutory powers were given to SEBI to regulate security market through the SEBI Act of 1992. അതായത് 1988 സെബി വന്നു. അതുപോലെ 1992 സെബിക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ എല്ലാ പവറും കൊടുത്തു. സെബിയുടെ 2 ഉദ്ദേശം, ഒന്ന് ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റുമാണ്. ദെൻ എൻട്രി ഓഫ് മെർച്ചന്റ് ബാങ്കേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസൾട്ടന്റ് ഏജൻസീസ്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തു. 1990 മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്തു. സെബി പെർമിറ്റഡ് കമ്പനീസ് ടു ഡിറ്റർമിൻ ദി പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ബൈ ദം. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ വില നിശ്ചയിക്കാൻ കമ്പനികൾക്ക് അധികാരം കൊടുത്തു. ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ടാണ്. ക്രിസിൽ, ലൈക്ര, കെയർ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ദെൻ കമ്പനീസ് ഹാവ് ടു ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദിയർ പ്രൊജക്ട്. ആ സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും റിസ്ക് ഫാക്ടേഴ്സും അവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും എല്ലാ കാര്യങ്ങളും അവർ ഡിസ്ക്ലോസ് ചെയ്യണം. ഇന്ത്യൻ കമ്പനി ക്യാൻ റേസ് ക്യാപിറ്റൽ ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ് ബൈ ഇഷ്യൂയിങ് ADR, GDR, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ്. അല്ലെ, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റോ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റോ ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുത്തു. ഓൺലി കോർപ്പറേറ്റ്സ് ആർ അലൗഡ് ടു ഫംഗ്ഷൻ ആസ് മെർച്ചന്റ് ബാങ്കേഴ്സ്. മെർച്ചന്റ് ബാങ്കർ ആവണമെങ്കിൽ കോർപ്പറേറ്റ്സ് മാത്രമേ അനുമതി കൊടുത്തിട്ടുള്ളൂ. ഇത് റീഫോംസ് ഇൻ സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റ്. Online screen-based electronic trading was introduced. Then establishment of clearing corporation. National Securities Depository Limit was set up in 1996 and Central Depository Services in 1999. Actively traded securities are traded and settled in DMAT form. ആ DMAT ഫോമിലാക്കിയിട്ടുള്ള ഒരു പുതിയ റീഫോമാണ്. ബദല സിസ്റ്റം ഡിസ്കണ്ടിന്യൂ ചെയ്തു. കമ്പനീസ് ഹാവ് ടു മേക്ക് ഫുൾ ഡിസ്ക്ലോഷർ അണ്ടർ ലിസ്റ്റിംഗ് അഗ്രിമെന്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ദേ ആർ ബ്രോട്ട് അണ്ടർ ദ പെർവ്യൂ ഓഫ് സെബി. അല്ലെ, സെബി പറഞ്ഞ രീതിയിൽ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കും ബ്രോക്കർക്കൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇൻസിഡന്റ് ട്രേഡിംഗ് ഇസ് പ്രോഹിബിറ്റഡ്. ഇൻസിഡന്റ് ട്രേഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കമ്പനി എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം. കമ്പനി പബ്ലിക്കിന് പറയാത്തൊരു കാര്യങ്ങൾ അറിയണ ഒരാൾ ആ കമ്പനിയുടെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഷെയറിൽ ട്രേഡിങ് ചെയ്യുന്നതിന് ഇൻസിഡന്റ് ട്രേഡിംഗ് എന്ന് പറയാം. അത് ശരിക്കും ഇല്ലീഗലാണ്. അപ്പം അത് നിർത്തി. ദെൻ ഇന്റർനെറ്റ് ട്രേഡിംഗ് പെർമിറ്റഡ് ഫ്രം February 2000. ഇൻവെസ്റ്റർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടേഴ്സ് എസ്റ്റാബ്ലിഷ്. ഒരുപാട് സെക്കൻഡറി ക്യാപിറ്റൽ മാർക്കറ്റിൽ റീഫോംസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.